ആ കാണ്ഡത്തിൻ്റെ പേര്. ഇവിടെ ഭാരതത്തിൽ പിന്തുടർന്നു വരുന്ന മഹനീയമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നൂലിഴകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ് തിരുമൂലദേവൻ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഉയിരോട് ഉടലുമൊന്നായി തന്മയമായിരിക്കെ ഉയിര് ഉടലാകും ഭാരം ശക്തിയേറ്റുകൊണ്ടാൾ ഉയിരിനെ പിന്നെ ശിവവും ഗുരുവായി വന്ന് ഗതി എനിക്കരുളും വണ്ണമേറ്റുകൊണ്ടല്ലോ നാഥ. അല്ലയോ നാഥ, അങ്ങ് എനിക്ക് മഹത്തായ ശിഷ്യ പദവി നൽകി. എങ്ങനെ? ഉയിരോട് ഉടലും ഒന്നായി തന്മയമായിരിക്കെ എൻ്റെ ഉയിരിനെയും ഉടലിനെയും അങ്ങ് ഒന്നാക്കി തീർത്തു. എന്നിട്ട് ഉയിരോട് ഉടലാകും ഭാരത്തിൽ ശക്തിയെ നിറച്ചു. എൻ്റെ ഉടലിൽ ശക്തിയെ നിറച്ചു. പിന്നെയോ ഉയിരിനെ പിന്നെ ശിവമാക്കി മാറ്റി. എൻ്റെ ജീവനെ അങ്ങ് ശിവമാക്കി മാറ്റി. അല്ലയോ നന്ദിനാഥ, അങ്ങ് ഗുരുവായി വന്ന് എനിക്ക് ഗതി നൽകി. എന്നിട്ട് ഗതി എനിക്ക് അരുളും വണ്ണം ഏറ്റുകൊണ്ടല്ലോ നാഥ, എന്നെ പൂർണ്ണമായും അങ്ങ് ശിഷ്യനായി സ്വീകരിച്ചല്ലോ. അപ്പോൾ ഇവിടെ ശിവഭഗവാൻ തന്നെ നന്ദീശൻ്റെ രൂപത്തിൽ വന്ന് ശിഷ്യനെ കയ്യേൽക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ശിഷ്യനെ കോരിയെടുക്കുന്നു. ശിഷ്യനെ തൻ്റെ ആത്മാവുമായി ഒന്നാക്കി ചേർക്കുന്ന ഗുരുവിനെയാണ്, ശിവഗുരുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. നോക്കൂ, നന്ദീശൻ എന്ന ഗുരുനാഥൻ എൻ്റെ സൽഗതിക്ക് വേണ്ടി എൻ്റെ ഉടലിനെയും ഉയിരിനെയും സമ്പത്തിനെയും എല്ലാം തന്നെ സ്വീകരിച്ചു. എന്നിട്ട് എനിക്ക് ഉദക്രിയ നൽകി. അതായത് എൻ്റെ ആ ശാരീരവും മനസ്സുമെല്ലാം തന്നെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് ശിഷ്യൻ്റെ ജീവനിൽ പടർന്നു വരുന്ന കർമ്മ ഇച്ഛകളെ മുഴുവനും ഇല്ലാതാക്കി, തൃഷ്ണകളെ മുഴുവനും ഇല്ലാതാക്കി. എന്നിട്ട് അങ്ങയുടെ കടാക്ഷം കൊണ്ട് എൻ്റെ ഉച്ചിയിൽ കരം വച്ച് അങ്ങ് എന്നെ അനുഗ്രഹിക്കുക, എനിക്ക് ദീക്ഷ നൽകിയല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുരു ശിഷ്യന് ദീക്ഷ നൽകുന്ന ആ സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. അതായത് ശരീരം, പിന്നെ അതേപോലെ തന്നെ സമ്പത്ത്, അതുപോലെ ജീവൻ, ഇത് മൂന്നും ഭഗവാന്റെ തൃക്കാൽക്കൽ, ഗുരുവിൻ്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗുരു അത് ഏറ്റുവാങ്ങി ആ കർമ്മവിനകളത്രയും, ശിഷ്യൻ്റെ കർമ്മവിനകളത്രയും ഇല്ലാതാക്കി ഗുരു ശിഷ്യൻ്റെ ശിരസിൽ കൈവച്ച് ഉച്ചിയിൽ തൻ്റെ സ്നേഹക്കരം വച്ച് ദീക്ഷ നൽകുന്നു. ഇതാണ് പരമമായ ദീക്ഷ. പരമദീക്ഷ ഇതാണ്. ശിഷ്യനെ ഗുരു തൻ്റെ ശിഷ്യനായി സ്വീകരിക്കുന്ന പരമദീക്ഷ. ഗുരുവും വടക്ക് മുഖമായിരുന്നിടും ശിഷ്യൻ ഗുരുവിനടുത്ത് ഭാഗം മേക്കേ ഭാഗത്തിരിക്കും. ഉച്ചയ്ക്ക് താഴെ അണ്ണാക്കിന് മേലിരുന്നിടുന്ന ഉച്ചനായി ശിവനടുത്ത് പ്രാണൻ സ്മരിക്കാൻ എൻ്റെ ജീവനെ എപ്പോഴും സ്മരിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് താഴെ അണ്ണാക്കിന് മേലിരുന്നിരുന്ന ഉച്ചനായി ശിവൻ അടുത്ത പ്രാണന് അനുസ്മരിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ജീവനും
അതേപോലെ തന്നെ ശരീരവും അതേപോലെ സമ്പത്തും എല്ലാം തന്നെ പ്രകാശപ്പൊരുളായ ഗുരുവിന് ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ പ്രാണാത്മാവും ഞാൻ അദ്ദേഹത്തിന് സമർപ്പിച്ചു. എല്ലാറ്റിനെയും പ്രവർത്തനക്ഷമമാക്കുന്ന ശിവമെന്ന പ്രജ്ഞ എന്നെ ശിഷ്യനായി സ്വീകരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ നോക്കൂ, പടിഞ്ഞാറ് മുഖം സൗരഭ്യമാക്കിയ ആചാര്യദേവൻ, ആ ദീക്ഷയുടെ ക്രമമാണ് ഇവിടെ പറയുന്നത്. പടിഞ്ഞാറ് മുഖം സൗരഭ്യമാക്കിയ ആചാര്യൻ നിത്യവും അവനെ സ്മരിക്കുമാറ് എന്നിൽ അടങ്ങിയിരിക്കുന്ന ആ ശിവശക്തിയെ ഉണർത്തി പ്രജ്ഞാവാനാക്കി ഓങ്കാരപ്പൊരുൾ ഗുരു എനിക്ക് ഉപദേശിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സന്യാസ ദീക്ഷയുടെ, ആ ഗുരുദീക്ഷയുടെ ശിഷ്യന് ദീക്ഷ നൽകുന്നതിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. കാലക്രമത്തിൽ ഇത് കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പരമ്പര ഇപ്പോഴും ഈ ദീക്ഷ നൽകിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദീക്ഷ നൽകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണമെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അത് ഋഭു ഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. അതിലെ ശിഷ്യനിദാഘൻ ഈ ദീക്ഷ കിട്ടിയതിന് ശേഷം പറയാണ്, ഗുരുനാഥനോട് പറയാണ്, സദ്ഗുരുനാഥ, ദുർലഭമായ നിന്തിരുവിടെ ദർശനമാത്രയിൽ എൻ്റെ ജന്മം സഫലമായി. അപാരമായ കൃപയാൽ അവിടുന്ന് ഉപദേശിച്ച ജ്ഞാനം സിദ്ധിച്ച് ഞാൻ പരിപൂർണ സ്വരൂപനായി ഭവിച്ചു. ഈ ജന്മം ഞാൻ നേടേണ്ടതെല്ലാം നേടുകയും കൃതകൃത്യനായി ഭവിക്കുകയും ചെയ്തു. സദ്ഗുരുനാഥ, അവിടുത്തെ ഒരു വചനത്തിൽ മനനം കൊണ്ട് തന്നെ ഞാൻ മുക്തനായി, ഭവബന്ധ വിമോചിതനായി, പരമാനന്ദപ്രാപ്തനായി, പരബ്രഹ്മസ്വരൂപനായി ഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാത്മാവായ നിന്തിരുവടിയുടെ പെരുമയെ ഞാൻ എങ്ങനെ വർണ്ണിക്കും? അവിടുത്തെ പാദപങ്കജങ്ങളിൽ ഞാൻ ഉപചാരപൂർവ്വം നമസ്കാരം അർപ്പിക്കുന്നു. മഹാത്മൻ നിന്തിരുവടി അപാരമായ കരുണയാൽ ചെയ്ത ഉപകാരത്തിൻ്റെ പകരം വയ്ക്കാൻ ഈ ലോകത്ത് എനിക്ക് യാതൊന്നുമില്ല. ഗുരുശ്രേഷ്ഠ, അവിടുത്തെ ഉഭയപാദ പത്മങ്ങളിൽ ഞാൻ അനന്തകോടി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. ഇതും ഉപചാരമല്ലാതെ പാരമാർത്ഥിക ദശയിൽ നമസ്കരിക്കുക എന്നതില്ലല്ലോ. മഹത്വമേറിയ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഞാൻ സകലതും അഖണ്ഡാകാര സ്വരൂപമായ പരബ്രഹ്മമാണെന്ന ബോധത്തിലെത്തിച്ചെന്നു. സദ്ഗുരുനാഥ, നിന്തിരുവിടെ കൃപാതിരേകത്താൽ പ്രാപിച്ച ദിവ്യമായ സ്വാനുഭൂതി ദൃഷ്ടിയിൽ ഞാൻ എന്നും നീ എന്നും പറയുന്ന ഭിന്നഭാവമില്ല. മഹത്വമേറിയ എന്ന് പറയുന്ന ഭാവങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ജീവനില്ല, ഈശ്വരനില്ല, ജഗത്തില്ല, സർവവും അഖണ്ഡാകാര പരബ്രഹ്മമല്ലാതെ വേറെ യാതൊന്നുമില്ല എന്ന് ഗുരുവരിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നിദാഘൻ ഭൃഗുഗീതയിൽ തൻ്റെ സദ്ഗുരുവിനോട് ഈ ദീക്ഷ കിട്ടിയതിന് ശേഷം പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ശരിക്കും സ്വാമി വിവേകാനന്ദനും അതേപോലെ രാമകൃഷ്ണ പരമഹംസരുമാണ്. പരമഹംസരെ പറ്റി അവസാനം സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു ഭാഗമുണ്ട്. ഞാനത് വായിക്കാം. വിവേകാനന്ദൻ ഒരു സുഹൃത്തിനെഴുതിയ പ്രമോദാസ് മിത്ര എന്ന് പറഞ്ഞൊരു ശിഷ്യനെഴുതിയ കത്താണ്. ഒരു സുഹൃത്തിനെഴുതിയ കത്തിലെ ഭാഗങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത്. രാമകൃഷ്ണന് തുല്യനായി ആരുമില്ല. ആ അപൂർവ സിദ്ധിയും അപൂർവവും അഹേതുകവുമായ ദയയും ബദ്ധരായ ജീവികളോടുള്ള പ്രഗാഢമായ സഹാനുഭൂതിയും ഈ ലോകത്ത് മറ്റാരിലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ അവിടുന്ന് താൻ തന്നെ അരുളി ചെയ്തതുപോലെ അവതാരമാണ്, അല്ലെങ്കിൽ
വേദാന്ത ദർശനത്തിൽ ലോകഹിതത്തിനായി ശരീരം ധരിക്കുന്ന മുക്തനും നിത്യനുമായ മഹാപുരുഷൻ എന്ന് പറയുന്ന ആളത്രേ ശ്രീരാമകൃഷ്ണൻ. ഇതാണ് എൻ്റെ ദൃഢനിശ്ചയം. അത്തരമൊരു മഹാപുരുഷൻ്റെ ഉപാസനയെ, ഒരു സിദ്ധനെ ഉപാസിക്കുന്നത് കൊണ്ട് ലക്ഷ്യം പ്രാപിക്കാം എന്ന സൂത്രത്തിൽ പതഞ്ജലി പരാമർശിക്കുന്ന ആ അർത്ഥം ഞാനിപ്പോൾ ഉൾക്കൊള്ളുന്നു. ജീവിതകാലത്തിൽ അവിടുന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയും നിരസിച്ചിട്ടില്ല. എൻ്റെ ലക്ഷം അപരാധങ്ങളും പുറത്തു. ഇത്രത്തോളം സ്നേഹം എൻ്റെ മാതാപിതാക്കൾക്ക് പോലും എന്നോടുണ്ടായിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വിപത്തുക്കളും പ്രലോഭനങ്ങളും ഉണ്ടായ അവസരങ്ങളിൽ ഭഗവാൻ രക്ഷിക്കണേ എന്ന് ഞാൻ സങ്കടപ്പെട്ട് കേണ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരും മറുപടി തന്നിട്ടില്ല. എന്നാൽ ഈ അത്ഭുത മഹാപുരുഷൻ എനിക്ക് എല്ലാ മറുപടികളും തന്നു. തൻ്റെ അന്തർയാമിത്വ ശക്തിയാൽ എൻ്റെ സകല വേദനകളും മനസ്സിലാക്കി സ്വയം വിളിച്ച് ബലാൽ എൻ്റെ വിഷമങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. ആത്മാവ് അവിനാശിയാണെങ്കിൽ അവിടെ നിന്ന് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഹേ അപാരദയാനിധേ, എൻ്റെ ഏക ശരണമേ രാമകൃഷ്ണ ഭഗവാനെ കൃപാപൂർവം അനുഗ്രഹിക്കണേ. ഇതാണ് സ്വാമി വിവേകാനന്ദൻ ഈ കത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നാം പറയുന്നത് ആ ഗുരു ശിഷ്യ സമ്പ്രദായം, ഭാരതം അതിപ്രാചീന കാലം മുതൽ തുടർന്നു വരുന്ന ആ മഹത്തായ ഗുരു ശിഷ്യ സമ്പ്രദായത്തിൽ ഗുരു ശിഷ്യന് ദീക്ഷ നൽകുന്ന സമ്പ്രദായമാണത്. അത് രഹസ്യമാണ്. ആ തിരുമൂലദേവൻ അത് വിശദീകരിക്കുന്നില്ല. അത് ഉച്ചയ്ക്ക് താഴെ അണ്ണാക്കിന് മേലിരുന്നിടുന്നുച്ചനായി ശിവൻ അടുത്ത് പ്രാണന് അനുസ്മരിക്കാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞ് നിർത്തുക.